തലസ്ഥാനത്ത് നടുക്കിയ നാലാഞ്ചിറ ഹസീന ബീവി വധക്കേസിലെ ഞെട്ടിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കൊലയ്ക്ക് കാരണമായ തെളിവുകളും പോലീസിന് ലഭിച്ചു. പ്രതിയായ ഭർത്താവ് സുരേഷ് കുമാറിനെ തമിഴ്നാട്ടിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് വല വിരിച്ചിരിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിന് മുൻപ് സുരേഷ് മകളെ വിളിച്ച് കരയുന്നതും രാവിലെ വീട്ടിൽ നടന്ന വഴക്കിന്റെ ഓഡിയോയും ആണ് പുറത്തുവരുന്നത്. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? വിളിക്കണ ആവശ്യമില്ലാതെ പറ്റാത്തോണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞാൻ അതിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ആരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയി എനിക്ക് മക്കളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ച് ബഹളം വെച്ച് തിരിച്ച് വിളിച്ചോണ്ട് വരാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളൊന്നും ആയിരുന്നു, നീ എൻ്റെ വീട്ടിൽ പോകത്തില്ല. നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ വിളിക്കത്തില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബഹളം വെച്ചിട്ടോ ഇവിടെ കിടന്ന് അന്വേഷിച്ചിട്ടോ എന്നെ അന്വേഷിക്കാൻ നടക്കുകയും വേണ്ട. പിള്ളേരെ സ്കൂളിൽ ആവാറായി, അവരെ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. പിള്ളേരുടെ കാര്യം നോക്കുക, അതായത് നല്ലോണം നോക്കോ ഇല്ലെന്ന് നോക്കണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് വളർന്ന് പറഞ്ഞ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. 2 മാസം മനപ്പുറം കൊത്തതാണ്. അമ്മ ഞാൻ ചത്തോണ്ടിരിക്കുകയല്ലേ. കൊല്ലപ്പെട്ട ഹസീന ബീവി കാമുകൻ ഹരിയുമായി ജീവിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് അന്ന് രാവിലെ ഇറങ്ങിപ്പോകാനാണ് ഹസീനയുടെ തീരുമാനം. സുരേഷ് ഇത് വിലക്കി.
പക്ഷേ നടന്നില്ല. കൊല നടന്നതിന്റെ തലേന്ന് പാതിരാത്രി കാമുകൻ ഹരി വീടിന് സമീപത്തെത്തി ജനാലയിലൂടെ ഹസീനയുമായി സംസാരിച്ചു. രാവിലെ പുറപ്പെടാൻ ഹസീനയോട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് തന്നെ താൻ വീട് വിട്ട് ഇറങ്ങുകയാണെന്ന് ഹസീന തന്നെ സുരേഷിനോട് പറഞ്ഞു. സുരേഷിന്റെ മുന്നിൽ വെച്ച് തന്നെ കാമുകനെ വീഡിയോ കോളിൽ വിളിച്ച് ഉറപ്പുവരുത്തി. സുരേഷ് പോകരുതെന്ന് കാലു പിടിച്ചു അപേക്ഷിച്ചു. ഹസീന കേട്ടില്ല. പുലരും വരെ സുരേഷ് ഉറങ്ങാതെ കാത്തിരുന്നു. രാവിലെ വീണ്ടും വഴക്കു നടന്നു. മകളുമായി ഹസീന വഴക്കിട്ടു. അതിന്റെ ഓഡിയോ സംഭാഷണവും ലഭിച്ചിട്ടുണ്ട്. തർക്കം മുറുകിയതോടെയാണ് സുരേഷ് ഹസീനെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം കാമുകൻ മുങ്ങി. സുരേഷ് ആത്മഹത്യ ചെയ്തു. മക്കൾ 4 പേരും അനാഥരുമായി. ഹസീന മരണത്തിന് മുൻപും കാമുകനൊപ്പം ഒളിച്ചോടിയിരുന്നു. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ഒത്തുതീർപ്പിലാണ് തിരിച്ചെത്തിയത്. അന്ന് കാമുകനൊപ്പമുള്ള ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച ദാരുണമായ ഈ കൊലപാതകത്തിന്റെ ചുരുളാണ് ഇതോടെ അഴിയുന്നത്.